കാരണം പുറത്തു പറയുന്നതിനാൽ നിന്റെ ജന്മരഹസ്യം ഒരിക്കലും വെളിപ്പെടുന്നതായിരിക്കില്ല. പുറത്താകില്ലേ നിന്റെ ചോദ്യങ്ങൾ, തീരില്ല നിന്റെ സംശയങ്ങൾ. എന്നാലും അവൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എനിക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല സ്വാമിജി. അവളുടെ കഷ്ടം അഗ്നിപ്രവേശം നടത്തിയ സീതാദേവിയുടെ കഷ്ടത്തോളം വരില്ലൊരിക്കലും. അഗ്നിച്ചിതയിൽ പ്രാണത്യാഗം നടത്തിയ സതിയുടെ അത്രത്തോളം വരില്ലൊരിക്കലും. ദേവമാതകൾ ഇത്രത്തോളം കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ പിന്നെ പുഴുമാനവരായ നമ്മൾ എത്രത്തോളം. ഇന്നത്തെ കഷ്ടങ്ങളുടെ പിന്നാലെ നാളെ സന്തോഷത്തിന്റെ പൂക്കളുണ്ടാവും, അല്ലേ ഭോലേനാഥ? ആ ത്രിപുരാന്തകൻ കാലാന്ത മഹേശ്വരൻ എല്ലാവർക്കും ലക്ഷ്യം നൽകിയിട്ടുണ്ട്. ആകയാൽ ആ ലക്ഷ്യത്തിലെത്തുവാൻ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. നീ അത് നിറവേറ്റണം മഹാദേവ. ധനഞ്ജയ്, എന്താടാ ഇത്? നീ എന്താ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? ഇവൾ ഈ വീട്ടിലെ മരുമകളല്ലേ? അതെ. നോക്ക്, നീ ആദ്യം എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. പക്ഷെ നിന്റെ രണ്ടാമത്തെ വരവോടുകൂടി ഈ വീട്ടിൽ പ്രശ്നങ്ങളുടെ ഒരു സാഗരം തന്നെ ഉണ്ടാകാൻ തുടങ്ങി. നീ ആദ്യം ഇവിടെ വന്നപ്പോ തന്നെ തൃശ്ശൂരിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ മകളെ എനിക്ക് ഇവിടെ നിന്ന് നഷ്ടമായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ പല വിചിത്രമായ സംഭവങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. നിന്റെ വേഷത്തിൽ മറ്റാരോ വരുന്നു, ഇവളുടെ വേഷത്തിൽ വന്ന ആരോ നിന്നെ വിളിച്ചോണ്ട് പോകുന്നു. ഇപ്പൊ ഇതാ തൃശ്ശൂരിനെ പോലും കാണുന്നില്ല. ഇതിനെല്ലാം കാരണം നീ തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ സാമുജി പറഞ്ഞതാണ്. അതിന് അദ്ദേഹം പറഞ്ഞു തന്ന ഒരേ ഒരു പരിഹാരം എന്തെന്നാൽ ഇവൾ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പോകണം. നീ മൂലം ഈ വീട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്റെ മകനൊരു പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങണം. എന്താണ് നീ പറയുന്നേ? അതെ, ഇവളിനി ഒരു നിമിഷം പോലും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. അഥവാ അവളിനി ഇവിടെ നിന്നാൽ ഈ വീട്ടിൽ ഇനി മരണങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ നിമിഷം തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. എന്ത് തന്നെ അവസ്ഥയുണ്ടായാലും, എന്ത് സങ്കടം ഏത് രീതിയിൽ വന്നാലും, നിന്റെ ആളുകൾ തന്നെ ആയിരുന്നാലും ശരി, നീ മൗനമായിരിക്കണം. മൗനം മാറ്റിയാൽ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കില്ല, മോക്ഷം ലഭിക്കില്ല. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ വഴക്കു പറയും. കുഞ്ഞു മനസ്സിന് വിഷമമാകുമെന്ന് കരുതി വഴക്കു പറയാതെ പോയാൽ ജനിപ്പിച്ചവരുടെ സങ്കടം ജന്മം മുഴുവനും ഉണ്ടായിരിക്കും. ഈ വേദന എപ്പോഴും, ഈ വിഷമം, ആ കണ്ണുനീർ അല്പനിമിഷത്തേക്ക് മാത്രം. എന്നാൽ ഓർമ്മയിലിരിക്കട്ടെ, ഒരു സുന്ദര ജീവിതം നിനക്കായി കാത്തിരിപ്പുണ്ട്. ആ സുന്ദര ജീവിതം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണുനീർ സാഗരമെല്ലാം നീ തുഴഞ്ഞേ മതിയാവൂ. ധനഞ്ജയ്, നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇവൾ ഈ വീട്ടിലെ മരുമോളാടാ. അമ്മേ, ശരി എന്താണോ അതാണ് ചെയ്യേണ്ടത്. ഇവളാണ് ഈ വീടിന്റെ പ്രശ്നം. ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ല മുതലാളി, തൃശൂൽ അവന്റെ ഇഷ്ടത്തിന് വീട് വിട്ട് ഇറങ്ങിപ്പോയതിന് ശിവാനിയെ ഇറക്കി വിടുന്ന എന്തിനാ? അത് ശരിയാണോ? മധുമതി,
നീ ഈ വിഷയത്തിൽ ഇടപെടണ്ട. ആര് കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലായി. ആ പ്രശ്നങ്ങൾക്ക് കാരണക്കാരി ഇവൾ ഒരുത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവളോട് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറയുന്നത്. നോക്ക്, അവൾ ഈ വീട്ടിലെ മരുമകളാ. അവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ ആർക്കും അധികാരമില്ല. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവളാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ പ്രശ്നത്തെ എടുത്ത് വീട്ടുവാതിക്കൽ തോരണം കെട്ടുന്നത് ശരിയാണെന്നാണോ? അതിലൊരു അർത്ഥവുമില്ല. ശരിക്കും ആലോചിച്ച് നോക്ക്. എടി നാഗറാണി, നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയേ മതിയാകൂ. എന്നാൽ മാത്രമേ നിനക്കൊരു കടിഞ്ഞാണിടാൻ സാധിക്കൂ, നിന്നെ നശിപ്പിക്കാൻ സാധിക്കൂ. എന്ന് കരുതി എന്റെ മോന്റെ ഭാര്യ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമോ? ഒന്ന് ബുദ്ധിയോടുകൂടി ചിന്തിച്ചു നോക്ക്. വീടിന്റെ വിളക്കാണെന്ന് കരുതി കത്തിച്ച് ദൈവം വീടിനെ കത്തിക്കുമ്പോ അയ്യോ ദൈവം പ്രസാദിച്ചാണെന്ന് കരുതി ആ തീയെടുത്ത് ആരെങ്കിലും കണ്ണിൽ വെക്കൂ? അങ്ങനെ ചെയ്യോ? തീയെടുത്ത് വെച്ചാ പൊള്ളു, അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മള് അതെടുത്ത് ദൂരെ എറിയ വേണ്ടത്. അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ചെറിയച്ച, എന്തൊക്കെ ചെറിയച്ച നീ പറയുന്നേ? ഇതെന്റെ വീടല്ലേ, ഞാൻ ജീവിക്കേണ്ടത് ഇവിടെയല്ലേ? ഞാൻ ഇവിടെ വിട്ട് പോണോന്നാണെങ്കി എന്റെ ശവശരീരം മാത്രമേ അങ്ങനെ പോകൂ. ഒരുപക്ഷെ നീ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരുടെയും അന്ത്യം സംഭവിച്ചു കഴിഞ്ഞിട്ടേ നിന്റെ അന്ത്യം ഉണ്ടാവുകയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ടും ആ മരണത്തെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം പൊയ്ക്കോ. എന്താണ് സാർ ഇങ്ങനെ സംസാരിക്കുന്നത്? പെട്ടെന്ന് വീട് വിറ്റുവാൻ പറഞ്ഞാൽ അവൾ എവിടെ പോകും? അവൾ ഇവിടുത്തെ മരുമോളാണ്. അവൾ ഇവിടെ നിൽക്കേണ്ടവളാണ്. നിങ്ങൾ പെട്ടെന്ന് കയറി വന്നിട്ട് അധികാരത്തിൽ സംസാരിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് അവളല്ല ഇറങ്ങി പോകേണ്ടത്, നിങ്ങളാണ് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടത്. മനസ്സിലായോ? താൻ ലക്ഷണം മിണ്ടരുത്. നീ ഇവളുടെ കൂടെ ബോണസായിട്ട് എത്തിയവനല്ലേ? ഇറങ്ങി പോടാ ഇവിടുന്ന്. മര്യാദയ്ക്ക് നിങ്ങൾ കൊണ്ടുവന്നൊക്കെ എടുത്തോണ്ട് വേഗം പൊയ്ക്കോണം ഇവിടുന്ന്. എന്താണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മര്യാദയില്ലാത്തവരുടെ വീട്ടിൽ ഒരു നിമിഷം പോലും ഞങ്ങൾ താമസിക്കില്ല. മനസ്സിലായോ? പങ്കജം, എന്താണ് നോക്കി നിൽക്കുന്നത്? ലഗേജ് എടുത്ത് വേഗം ഇറങ്ങ്. Come on. അയ്യോ ധനഞ്ജയ്, അവരോട് പോവണ്ടെന്ന് പറയടാ. നീ അവരെ വിളിക്കടാ ഒന്ന്. നോക്ക് വാ മോളെ, വാ. ശിവാനി, പോകല്ലേ മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നോക്ക്, അവൻ അവന്റെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു. നിങ്ങൾ അത് കാര്യമാക്കി എടുക്കല്ലേ. ഞാൻ